സുരേഷാണ് കൊല്ലത്ത് നിന്നും. ശ്രീ സുരേഷ്, എന്തായാലും കൊല്ലത്ത് പുത്തൂരിൽ നിന്നാണ് ഈ മുരാരി തന്ത്രി പിടികൂടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം മുരാരി തന്ത്രിമാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറയെ ഉണ്ട്. എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? മലയാളിയുടെ കുഴപ്പം തന്നെ ഇത് അയാളെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഇതിനെ പേടി ചെല്ലുന്ന മലയാളികൾ വേണം ആദ്യം അടിക്കാൻ. ഇവര് സോഷ്യൽ മീഡിയയിലും വാർത്തയിലും ഈ കേരളം മൊത്തം, ഇന്ത്യ മൊത്തം എല്ലാവർക്കും ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും മലയാളികൾ വീണ്ടും ചെന്ന് കയറുമെന്ന് പറഞ്ഞാൽ അത് മലയാളികാരന്റെ കുറ്റം. അയാളെ കുറ്റം പറഞ്ഞിട്ട് അയാൾ ഇത് പറ്റിക്കാനായിട്ട് എത്തിക്കുന്നു, പറ്റിക്കാൻ ചെന്ന് ആൾക്കാർ ചെന്ന് നിന്ന് കൊടുക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. മലയാളികൾ മനസ്സിലാക്കുന്നില്ല. എത്ര പഠിച്ചാലും മലയാളികൾ മനസ്സിലാകത്തില്ല. ഇതിലിപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഒരു മന്ത്രവാദി ആയാലും എന്തായാലും ജോഷന്റെ ആരായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര രൂപ പൂജ അതും ഇതും എല്ലാം പറഞ്ഞ് ഓരോരുത്തരെ സമ്മർദ്ദത്തിലാക്കുക, അവരത് പൂജ നടത്തുക. പക്ഷെ ഇത് എന്നിട്ട് വല്ല പ്രയോജനം വല്ലതും ഉണ്ടോ? ഇവരത് മനസ്സിലാക്കുന്നൊന്നുമില്ല. ഈ മന്ത്രവാദികളെ സത്യം പറഞ്ഞു മലയാളികളെല്ലാവരും ഒന്നടക്കം ഇവരൊക്കെ ഇവിടുന്ന് നാട് കടത്തതാണ് കേട്ടത്. ഈ ഒരു നൂറ്റാണ്ട് കാലത്തിൽ ഇത്രയും വിശ്വസിച്ച് ആൾക്കാരുണ്ടെന്നുള്ളതാണ്. എന്ത് ചെയ്യാനാണ്? താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനവും ഒക്കെ ഉള്ള ആളുകൾ പോലും, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചവർ പോലും, ശാസ്ത്രീയ ബോധമുണ്ടോന്നല്ല, ഇങ്ങനെ പഠിച്ചവർ പോലും ഇത്തരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരും ഇവരുടെ കസ്റ്റമേഴ്സ് ആണ്. സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാരൊക്കെ പോകുന്ന കാണുമ്പോൾ അവരെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ അവരെക്കാൾ ജോലിയിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് വിചാരിക്കും, അയ്യോ അത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ പോകുന്നില്ല, അപ്പോൾ അതെന്തോ വലിയ കാര്യമാണ് എന്ന്